നമസ്കാരം. IS ബന്ധം മലയാളി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത ഭീകര വിരുദ്ധ സ്ക്വാഡ്. വിദേശത്ത് ജോലി ചെയ്ത് വന്നിരുന്ന പ്രതി നിരവധി IS അനുകൂല പോസ്റ്റുകൾ ഇട്ടിരുന്നു. പ്രതിയെ കുറച്ച് നാളുകളായിട്ട് അന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ച് വരികയായിരുന്നു. രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശത്തു നിന്നും തിരുവനന്തപുരത്തെത്തിയ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ നെടുമ്പാശ്ശേരി ATS ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഭീകരബന്ധം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വിദേശത്ത് വച്ച് നിരവധിയായിട്ട് ഇദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. ISൽ ആകൃഷ്ടമാകുന്ന ഇത്തരം വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ കുറവല്ല. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളവർ. ആടുമേയ്ക്കാൻ ഇത്തരം പ്രദേശങ്ങളിലേക്ക് നിരന്തരം പോകുന്നവരുടെ എണ്ണം വലിയ സംഖ്യ തന്നെയുണ്ട്. ഇസ്ലാമിക ഭീകരവാദ അജണ്ടയുടെ ഭാഗമായി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഭീകരവാദികൾ മുന്നോട്ട് പോകുന്നത്. പലയിടങ്ങളിലേക്കും അവർ ചേക്കേറിയിട്ടുണ്ട്. അവർ ഇപ്പോൾ നടത്തുന്ന കൊലപാതകങ്ങളും ജിഹാദി പ്രവർത്തനങ്ങളുമെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു ഭാഗം ഡിജിറ്റൽ ജിഹാദ് എന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ വലയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇത്തരക്കാർ പ്രലോഭനങ്ങളിൽ പെടുത്തുകയും സക്കീർ നായിക്ക് പോലുള്ള ഇസ്ലാമിക പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ, കേരളത്തിൽ നിന്നുള്ള മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ട്രാപ്പുകളിലേക്ക് ആൾക്കാരെ ആക്കുന്നത്. ഇവരെ ഭീകരവാദം എന്നത് മതത്തിൻ്റെ കണ്ണിലൂടെ അനിവാര്യമായ ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. മതം ഭീകരവാദം ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ തന്നെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നു. കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പത്രം, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം എന്ന പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായ ജേർണലിസ്റ്റായ O. അബ്ദുള്ള തന്നെ ഇത്തരം ഹൂറിമാരുടെ സാന്നിധ്യം ഉണ്ട്, അത്തരം ഹൂറിമാരുണ്ട് എന്ന് ഒരു മാധ്യമത്തിലൂടെ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹം തന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് കെന്നഡി കരിമ്പൻകാല എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകന് നേരെ കൊലവിളി മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. അതായത് ഇദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തു വന്നിരുന്ന ആളാണ് ഈ കെന്നഡി കരിമ്പിൻകാല. അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനായിട്ടുള്ളൊരു പാകിസ്ഥാനിക്ക് കെന്നഡിയുടെ പേര് വിളിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് കെന്നഡി പറഞ്ഞു, നിങ്ങൾ എന്നെ മുഹമ്മദ് എന്ന് വിളിച്ചോളൂ. ഇത് വലിയ പ്രശ്നമാക്കി ഈ പാകിസ്ഥാനി എടുക്കുകയും നിങ്ങൾ എൻ്റെ പ്രവാചകനെ അപമാനിച്ചു, നിങ്ങളെ ഞാൻ കൊല്ലും എന്ന ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അടുത്തു വരികയും ഒക്കെ ചെയ്തു. എന്നാൽ ഇത് ചാനൽ ചർച്ചയ്ക്കിടയിൽ പറയുന്ന സമയത്ത് O. അബ്ദുള്ള പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. അതായത് ഇദ്ദേഹത്തെ കൊല്ലണമായിരുന്നു എന്നാണ് O. അബ്ദുള്ള പറഞ്ഞത്. ഇത്തരത്തിൽ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭയിലെ അംഗങ്ങൾ തന്നെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആൾക്കാരെ ഇന്ന് ഭാരതത്തിൽ കാണുവാൻ കഴിയും. ഹുമയൂൺ കബീറിനെ പോലുള്ള ആൾക്കാർ നിരന്തരം ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഭീകരവാദ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഭീകരവാദം വ്യത്യസ്തമായ രീതിയിൽ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ജിഹാദ് നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അത് മറ്റാരുമല്ലായിരുന്നു, മൊഹബുള്ള നഖ്വി എന്ന് പറയുന്ന റാംപൂരിലെ MP ആയിരുന്നു. ഇയാളാണ് പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള, ഈ രാജ്യത്തിനെ തന്നെ നടുക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ പറഞ്ഞത്. മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള ആൾക്കാരെ സ്ഥിരമായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ വച്ച് പുലരാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നത് എന്നറിയില്ല. ഇവിടെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളുടെയും ആഘോഷങ്ങൾ ആഘോഷിക്കേണ്ടതല്ല, ഇത് വിലക്കണം. അവരെ ഈ ഇസ്ലാമിക സമൂഹത്തിലേക്ക് അകത്തേക്ക് കൊണ്ടുവരണം, ആ രീതിയിൽ മതപരിവർത്തനം നടത്തണം എന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വാചകങ്ങളും ഇയാൾ പ്രസംഗങ്ങൾക്കിടയിൽ നിരന്തരം പറയുന്ന ഒന്നാണ്. നിങ്ങളുടെ ദൗത്യം ഇതാണ് എന്ന് ആ പ്രസംഗം കേൾക്കുന്ന ഇസ്ലാമിക വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇയാൾ. ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരെ ക്രൂരമായ വർഗീയ പരാമർശങ്ങളാണ് ഇയാൾ നടത്തി വന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് മോശമല്ലാത്ത ഒരു പ്രവർത്തനം തന്നെ ഭീകരവാദത്തിന് വേണ്ടിയിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തി വരുന്നു. ഇത്തരം മുല്ലമാർക്കും ഉസ്താദുമാർക്കും കേരളത്തിലെ
പൊതുമണ്ഡലത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യം തുറന്നു കൊടുക്കുകയാണ് കേരളത്തിലെ UDFും LDFും ഇപ്പോൾ ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും SDPക്കും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് LDFും UDFും കടിപിടി കൂടുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. SDPI ഇല്ലാതെ കേരളത്തിലെ ഭരണം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് LDFനും UDFനും SDPIയും ആവശ്യമാണ്. വിവിധ ജില്ലകളിൽ വിവിധ കക്ഷികൾക്കാണ്, വിവിധ മുന്നണികൾക്കാണ് ഇവർ പിന്തുണ കൊടുക്കുന്നത്. തങ്ങളുടെ ചുമലിലേറിയിട്ടാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതെന്ന് ഓപ്പണായിട്ട് തുറന്നു പറയുവാൻ വേണ്ടിയിട്ട് SDPIക്ക് സാധിച്ചു. അത് നിരസിക്കുവാൻ വേണ്ടിയിട്ട് LDFന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇവരുടെ പിന്തുണയോടുകൂടി തന്നെ പഞ്ചായത്തുകളിൽ ഭരണം നടത്തുന്നുകൊണ്ട് LDF ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പഞ്ചായത്തുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം നടത്തുന്നുണ്ട് LDF. ആ രീതിയിൽ ഇവരെ തലയിൽ കയറ്റി വെച്ച ഭരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു പൊതു സ്വീകാര്യതയാണ്, ഒരു തുറന്ന സമീപനമാണ് ഇത്തരം ഭീകരവാദ സംഘങ്ങൾക്ക് കേരളത്തിൽ വളരുവാനുള്ള സാഹചര്യം. കേരളത്തിൽ നിന്ന് ആൾക്കാർ വിദേശത്ത് ജോലിക്ക് പോകുമ്പോൾ അവരിത്തരം ആകൃഷ്ടമാകുന്നതിനും കാരണം ഇതാണ്. ഈ സംഘങ്ങളെ പാലൂട്ടി വളർത്തുന്നത് കേരളത്തിൽ LDFും UDFും തന്നെയാണ് എന്ന പൊതുവിമർശനമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘങ്ങൾ എങ്ങനെ നേരിടണം എന്ന് ഇപ്പോൾ സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് അത്തരത്തിലൊരു സാഹചര്യമുണ്ട് കേരളത്തിൽ. സത്യത്തിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ വളരെ സജീവമായ സുരക്ഷ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. പക്ഷേ ഈ സുരക്ഷ ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ വലിയ രീതിയിലുള്ള ഭീഷണികൾ ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ട്, ക്രിസ്ത്യൻ ആരാധനാ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ട്. അതായത് ഭാരതത്തെ വിഭജിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ പോലും കേരളത്തിൽ നിന്ന് ഉണ്ടായി എന്ന ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. അത്യധികം ജാഗരൂകമായി ഇരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരെ ഈ രീതിയിൽ ഇത്തരത്തിൽ ISകൾ പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരുന്നതും കേരളം ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ കളിത്തൊട്ടിലായി മാറിയിരിക്കുന്നു എന്ന വലിയ ആരോപണം, വലിയ വിമർശനം കേരളത്തിന് നേരെയുണ്ട്.